ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടുമേ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവെ ഒരു വിശുദ്ധ ദിവസത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കണം തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. എൻ്റെ കർത്താവിൻ്റെ കൃപകൾക്കായി അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ആ പരിപാലനത്തിനായിട്ട് നന്ദി. എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ട് കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിച്ചു. സമാധാനത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ചു. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ നാഥാ അവിടുന്ന് തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം സഹായിക്കുമാറാകണം. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കുമാറാകണം. ആപത്തിൽ നിന്ന് അപകടത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. ഇന്നുവരെയും അത്ഭുതവും അതിശയമായി കരം പിടിച്ച് ഞങ്ങളെ നടത്തിയതോർത്ത് നന്ദി പറയട്ടെ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഞങ്ങളെ അവിടുന്ന് നടത്തുവാൻ സർവശക്തനാണ് എൻ്റെ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ തിരുസന്നിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് വിദൂരതകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനം തന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന തലമുറകളെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടൊപ്പം എൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓരോ മക്കളും ആയിരിക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ കരവലയത്തിനുള്ളിലായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കുന്ന ദൈവം അവിടുന്നാകയാൽ നന്ദി പറയട്ടെ കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ദൈവമില്ലപ്പാ. അങ്ങ് ഞങ്ങളെ ഹല്ലേലൂയ മാനിക്കുകയും ഉയർത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവമാകിയാൽ ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദിനംതോറും ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കി സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തിനായി സ്തോത്രം ചെയ്യട്ടെ. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നന്ദി പറയട്ടെ. നല്ല വിജയം തരുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുക കർത്താവേ. മഹാനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ കോഴ്സുകളുടെ പരീക്ഷകൾ പിന്നെയും നടക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെ മാനിക്കണമേ, ബുദ്ധിയും ആലോചനയും കൊടുക്കണമേ. ആ കരം ചേർത്ത് പിടിച്ച് തൻ്റെ മക്കളെ ആ വഴികളിൽ നടത്തണമേ കർത്താവേ. അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുത്ത് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടുകൊണ്ടതിൻ്റെ ആൻസറുകൾ തയ്യാറാക്കി വയ്ക്കുവാൻ തക്കവണ്ണം ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലിയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗമവരായിരിക്കുന്നിടത്ത് സൂക്ഷിച്ചു കൊള്ളുമാറാകണം. എല്ലാം വേണ്ടുന്നത് കർത്താവ് കൊടുത്ത് പോറ്റി പുലർത്തി എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായി തീരാൻ സഹായിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവ് കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ. ശത്രു അവരെ കാണില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാനം നിന്ന കൊച്ചു തലമുറകൾക്കായി നന്ദി പറയട്ടെ. സകല ബാലപിഴകളിൽ നിന്നും വിടുവിച്ച് വളർത്തിത്തരുമാറാകണം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരാൻ സഹായിക്കുമാറാകണം. എല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും സമർപ്പിക്കുന്നു. ഉപജീവനമാർഗം ഒരുക്കുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങളിൽ ലജ്ജിച്ച് പറഞ്ഞോടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമേറിയ വഴിവാതിൽ തുറക്കുന്ന ദൈവത്തിന് നന്ദി പറയുകയപ്പാ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ. വിവാഹപ്രായം കഴിഞ്ഞ ഞങ്ങളുടെ മക്കളുണ്ട്. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന മക്കളുണ്ട് കർത്താവേ. വിവാഹപ്രായം കഴിഞ്ഞ മക്കൾക്ക് തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിച്ച മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനൊരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ കർത്താവേ, ഒന്നിനും കുറവ് കൂടാതെ അവർക്ക് വേണ്ടുന്നെല്ലാം കർത്താപ്പച്ചൻ കൊടുത്ത് ആമേൻ എൻ്റെ ദൈവം വരെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാനാവിലെ കല്യാണം പോലെ ഒന്നിനും കുറവ് കൂടാത്ത ശ്രേഷ്ഠമായത് ഗുരു കർത്താവേ
ഗുണകരമായത് രുചികരമായത് സ്വർഗമൊരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. കർത്താവേ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗം തന്നെ കുഞ്ഞുങ്ങൾക്ക് തലമുറ നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഉദരബലത്തെ കാത്തുകൊള്ളണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ മതിയായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ, സർവശക്തനാ, അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ സമസ്ത ഭാരങ്ങളും ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. സ്വർഗം ഞങ്ങളോട് കരുണ കാണിക്കണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. നാഥായ സമയം ഞങ്ങളുടെ രോഗികളെ ഏൽപ്പിക്കട്ടെ. കഷ്ടത്തിലായിരിക്കുന്ന നല്ല രോഗികളുടെ പേര് കർത്താവിൻ്റെ കരുണയുടെ കരം നീട്ടുമാറാകണം, സൗഖ്യത്തെ നൽകുമാറാകണം. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചേൽപ്പിക്കുക കർത്താവ്. അവിടുത്തെ അദൃശ്യമാർന്ന കരവലയത്തിനുള്ളിൽ തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കണമേ അപ്പ. മനസ്സലിയിടമേ, കരുണ തോന്നണമേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും ഏൽപ്പിക്കട്ടെ. കടന്നു വരുന്ന ഇലക്ഷനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗം സഹായിക്കണേ അപ്പ. അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കണമേ കർത്താവ്. ദൈവമായ കർത്താവ്, ശുശ്രൂഷ വേലകളെയും വേലക്കാരെയും ഞങ്ങൾ ഓർക്കുന്നു. സ്വർഗമേ, അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഓരോ മക്കളെയും ഒരുക്കണമേ. അനേകാര്യങ്ങളെ നേടിയെടുക്കുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവ്, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവിടുന്ന് സമാധാനം നൽകി ആശ്വസിപ്പിക്കുമാറാകും. അങ്ങനെ ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെയെല്ലാം സമർപ്പിക്കുന്നു. മദ്യപാനികളെ ഓർക്കുന്നു, മയക്കുമരുന്ന് കഴിയുന്നവരെ ഓർക്കുന്നു. മനസാന്തരം നൽകി മാനിക്കണമേ അപ്പ. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. വീണ്ടും അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വരുവാൻ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അടുത്ത് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.